UDF തിരിച്ചു വരും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ. താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? സർവേ ഫലം എല്ലാ ചാനലുകളും ഇങ്ങനെയാണ് പറഞ്ഞതായിട്ട് ചാനലിൽ ഞാൻ കണ്ടു. ഈ സർവേ ഫലം എല്ലായ്പ്പോഴും ശരിയാകണമെന്നില്ല. അതിൽ തെറ്റായും സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കാത്തിരുന്ന് 4-ാം തീയതി വരുന്നു കാത്തിരുന്നിട്ടെന്ന് ഫലം പറയുന്നതല്ല ഒന്നുകൂടെ ഭംഗി. പ്രത്യേകിച്ചും ഇടതുപക്ഷം ലാസ്റ്റിൽ 60 ലക്ഷം ആളുകൾക്കാണ് 4000 രൂപ വെച്ച് കൊടുത്തത്. ഈ അടിസ്ഥാന ബാധിത പിന്നോക്ക വിഭാഗങ്ങൾക്ക് ഒരുപാട് സഹായങ്ങൾ ഇടതുപക്ഷം ചെയ്തു. അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങൾക്കും ചെയ്തു. അപ്പോൾ എന്നിട്ടും വോട്ട് കുറഞ്ഞു പോയി എങ്കിൽ വോട്ട് കുറഞ്ഞാൽ ഞാൻ കുറഞ്ഞില്ലായിരിക്കാം. എന്നാലും ഞാൻ കണക്ക് കൂട്ടുന്ന ഒരു ചെറിയ ഭൂരിപക്ഷത്തിനെങ്കിലും പിണറായി ഗവൺമെൻറ് വരുമെന്നാണ്. ഒരുപക്ഷെ എൻ്റെ ആഗ്രഹമായിരിക്കാം. തെറ്റാകാം, ശരിയാകാം. ഏതായാലും നമുക്ക് ഇതിനെപ്പറ്റിയൊരു ശക്തമായൊരു അഭിപ്രായ രൂപീകരണവും തീരുമാനവും 4-ാം തീയതി കഴിഞ്ഞിട്ട് ഇതിനെപ്പറ്റി ഒരു അവലോകനം നടത്തി അഭിപ്രായം പറയുന്നതായിരിക്കും ഭംഗി. ഇപ്പോൾ ഈ സതീശനെ മുസ്ലിം ലീഗ് മാത്രമാണ് സപ്പോർട്ട് ചെയ്യുന്നത്. മറ്റ് സമുദായങ്ങളൊക്കെ ആയിട്ട് അറിയാതെ SNDP NSS ഒക്കെ ആയിട്ട് ഇറക്കി നിൽക്കാറ്. സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന് ലീഗ് കൂടി പറയുന്നുണ്ട്. അതെ, അത് ലീഗിൻ്റെ വക്താവായിട്ടാണ് സതീശൻ നിൽക്കുന്നത്. അതുകൊണ്ട് സതീശൻ എപ്പോഴും ഇത്തരം ധൈര്യവും തന്നോടും ഓർത്ത് എന്തും പറയേണ്ടതിന് വലിയ ശക്തി ആരാണ്? ലീഗാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയല്ലേ സതീശൻ മുഖ്യമന്ത്രി ആകണമെന്ന് ലീഗിൻ്റെ നേതാക്കന്മാർ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞല്ലോ, അല്ലേ? അതായത് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ സതീശൻ പറയുന്നത് ലീഗിന്റെ പിന്തുണ ഉള്ളതുകൊണ്ടാണ്. ലീഗിന്റെ പിന്തുണ ഉള്ളതുകൊണ്ടാണ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ ഒരു കർശനമായ നിലപാട് അല്ലെങ്കിൽ എപ്പോഴും എതിരഭിപ്രായം പറയുന്നത്. അങ്ങനെയാണോ? അതെനിക്കറിയില്ല. പുള്ളി പകലിങ്ങനെ പറയും, രാത്രി ഞാനൊരു ടൈപ്പ് പോക്കാനും ആലോചിക്കും. അവർക്ക് കിടക്കാൻ